വനാതിർത്തി പങ്കിടുന്ന കേരളത്തിലെ കർഷകർ അല്ലെങ്കിൽ മലയോര കർഷകർ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് വന്യജീവി പ്രശ്നം. കാട്ടുപന്നികൾ, കടുവ, പുലി, ആന തുടങ്ങിയവയുടെ ശല്യം കാരണം കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പൊറുതിമുട്ടുന്ന ഒരുപാട് കർഷകരുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വയനാട് കോഴിക്കോട് അതിർത്തിയിൽ 25 ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്തിരുന്നതും എന്നാൽ ഇന്ന് ഇവയുടെയൊക്കെ ശല്യം കാരണം കൃഷി ചെയ്യാൻ കഴിയാത്തതുമായ ഒരു കർഷകനാണ് ജോഷി സാർ. സാർ നമസ്കാരം. നമസ്കാരം സാർ, എന്താണ് ഈ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇത് വലിയ ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നു. നിലമ്പൂരിലെ ജനത, മലയോര മേഖലയിലെ കർഷക ജനത അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയമായിരുന്നു വന്യജീവി പ്രശ്നങ്ങൾ. ഇന്ന് അതൊക്കെ വലിയ ചർച്ചാ വിഷയമാണ്. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രം പറഞ്ഞത് കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന്. സത്യത്തിൽ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇപ്പോൾ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പാരിസ്ഥിതികമായിട്ട് പാരിസ്ഥിതിക തകർച്ചയാണ്. ഈ പാരിസ്ഥിതികമായി തകരുകയും ചെയ്യുന്നുണ്ട്, മണ്ണിൻ്റെ ഫലപുഷ്ടി കുറയുന്നുണ്ട്, ഉൽപ്പാദനക്ഷമത എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ പറയില്ല, കൂനിൻ്റെ മേൽ കുരു എന്ന രീതിയിലാണ് വന്യമൃഗത്തിൻ്റെയും ഒരു ശല്യം നേരിടുന്നത്. ഇപ്പം വയനാട്ടിൽ എനിക്കറിയാം, ഒരു ചേനയും കൂടി ഒരാൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ഒരു 10 സെൻറ്റ് സ്ഥലമുള്ളൊരു വ്യക്തി, കാരണം ആ ചേനയും കൂടി പുറമേ നിന്ന് വാങ്ങേണ്ടി വരും. കാരണം ദിവസം കൂലിപ്പണിക്ക് പോയ വ്യക്തിക്ക്, കാരണം ആ രീതിയിലേക്ക് വയനാട്ടിലെ മൊത്തം അവസ്ഥ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പന്നീൻ്റെ കാര്യത്തിൽ. അപ്പം അങ്ങനെ ഒരു ദുരിതത്തിലേക്കാണ് ശരിക്കും പോകുന്നത്. കാട്ടുപന്നി സത്യത്തിൽ ഈ പുലിയേക്കാളും കടുവയേക്കാളും ആനയേക്കാളും ഒക്കെ ഡേഞ്ചറാണ്. ബേസിക്കലി ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ പഠനങ്ങൾ പറയുന്നത് ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടത് പന്നീൻ്റെ ആക്രമണം കൊണ്ടാണ്. പക്ഷേ പന്നീൻ്റെ ആക്രമണം കൊണ്ട് മരിക്കുന്നവരെ നമ്മൾ പരിഗണിക്കാത്ത പ്രധാന കാരണം, ഇപ്പോൾ ഒരു വ്യക്തിയെ പന്നി ആക്രമിച്ചാൽ മുറിവ് പറ്റുകയും ഇൻഫെക്ഷൻ ആവുകയും ചെയ്യും. ചിലപ്പോൾ ഒരു മാസത്തിന് ശേഷമായിരിക്കും മരിക്കുക. സ്പോട്ടിൽ മരിക്കാത്തത് കൊണ്ട് തന്നെ ഇതിൽ ലിസ്റ്റിൽ പെടുന്നില്ല നമുക്ക്. കാരണം ഓൺ ദി സ്പോട്ട് മരിക്കാത്തതുകൊണ്ട് തന്നെ തിന്നാട്ടു. ഇപ്പോൾ കടുവ ഒരു മനുഷ്യനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കൊല്ലുന്നത്. പക്ഷേ പന്നി അങ്ങനെയല്ല, ആക്രമിക്കുകയാണ് ചെയ്യുക. കടുവയ്ക്ക് വയറ് നിറഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് കിടത്തില്ല. ഇപ്പോൾ പന്നീൻ്റെ ആക്രമണം കൊണ്ട് ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ലിസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊല്ലുന്ന ഒരു ജീവി തന്നെയാണ് പന്നി. പിന്നെ ഫോറസ്റ്റിന് ഒരു രാഷ്ട്രീയമുണ്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം ഈ പന്നി ശല്യവും ഒരു ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് നിലനിർത്തണം എന്ന് ഇവർക്കൊരു ആശയമുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? കാരണം ഇത് ധാരാളം ഫണ്ട് തരും. ഇത് എനിക്ക് തോന്നുന്നു ഓഡിറ്റ് ചെയ്യാത്ത ഫണ്ട് കൊടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഗവൺമെൻറ് അടുത്ത് നിന്ന്. ഇപ്പോൾ ഒരു വന്യമൃഗ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്ര വേണമെങ്കിലും പൈസ ഇറക്കാം. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അവരുടെ ഒരു സംസാരം. ഞാനിപ്പോൾ കുറച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. അത് പുറത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഓഡിറ്റ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് പണിയുള്ളൂ. ധാരാളം ഫണ്ട് വരും, കണക്കില്ലാത്ത പണം ഈ ഒരു മേഖലയിൽ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ കൊല്ലം കേന്ദ്ര ഗവൺമെൻറ് 900 ചില്ലാൻ കോടി രൂപ പത്രത്തിൽ ഒരു റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് വേണ്ടി ചിലവാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന് അനുവദിച്ചു എന്നാണ്. ഈ പണം എവിടെ പോകുന്നത്, എങ്ങനെ പോകുന്നത് ആർക്കും അറിയില്ല. കണക്കില്ലാത്ത പണത്തിൻ്റെ ഒരു മേഖലയാണ് കോൺഫ്ലിക്റ്റ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ എഴുതി കൊടുക്കുന്ന വൗച്ചറുകൾ തന്നെയാണ്. കാരണം ഈ ഒരു മേഖല ഉണ്ടല്ലോ, എത്ര വൗച്ചർ പണി ചെയ്ത് എത്ര ആളെ നിയമിച്ചു, അതിൻ്റെ അടിയിൽ ഒപ്പിട്ടിച്ചു, അങ്ങനെ മാത്രം മതി. പക്ഷേ ഇതെൻ്റെ ഒരു ആരോപണമല്ല, എനിക്ക് കൃത്യമായിട്ട് ഇതിനെപ്പറ്റി അറിയില്ല. പക്ഷേ എൻ്റെ ഒരു കാഴ്ചയാണ്. അപ്പോൾ നാളെ ഒരു ആരോപണമായിട്ട് എനിക്കെതിരെ തല്ലാനൊന്നും വരണ്ട. ഒരു കർഷകൻ എന്ന രീതിയിൽ, ഞാൻ ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ ഞാൻ കാണുകയാണ് ഇങ്ങനെ സംഭവിക്കാം. കാരണം ഇത്രയേറെ ഫണ്ട് വരുന്ന ഒരു മേഖലയാണ്. കാരണം എനിക്കറിയില്ല എത്ര ഫണ്ട് വരുന്നത്. പക്ഷേ ഞാൻ റിപ്പോർട്ട് വായിച്ചതാണ്, പത്രത്തിൽ വായിച്ച റിപ്പോർട്ടാണ്. 900 ചില്ലാൻ കോടി രൂപ കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇതെന്തിന് ചിലവാക്കി, എങ്ങനെ ചിലവാക്കിയെന്ന് ആർക്കും അറിയില്ല. എല്ലാ സംസ്ഥാന മേഖലയിൽ ഈ സാധനം ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഫണ്ട് തന്നെ, സമ്പത്ത് തന്നെയാണ് പ്രധാന ഘടകം എന്നാണ് തോന്നുന്നത്. കാരണം മന്ത്രിമാർക്ക് വരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അവർ പറയുന്ന സകല ഇടങ്ങളിൽ ഒപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ ചോദിക്കുന്നത്, ഈ പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താ? ശരിക്കും ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും പന്നിയെ ക്ഷുദ്രജീവിയാണ്. അത് പറയാം, അതിലേക്ക് വരികയാണ്. കാരണം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും പന്നീനെ ക്ഷുദ്രജീവിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയയും പല വികസിത രാജ്യങ്ങളും പന്നീനെ കൊല്ലുന്നതിന് ഗവൺമെൻറ് അങ്ങോട്ട് പൈസ കൊടുക്കുന്നുണ്ട്. എന്നിട്ടും കൂടി ഇത് പെറ്റി വരിക തന്നെയാണ്. എത്ര പണം ചിലവാക്കിയിട്ട് ഇവരെ കൊന്നു തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനെ ഈ പാർലമെൻറ്റിനെ നിയന്ത്രിക്കുന്നത് മേനകേൻ്റെ ഒരൊറ്റ വാക്കാണ് തോന്നുന്നത്. മേനകാഗാന്ധിയാണ് ശരിക്കും പാർലമെൻറ്റിലെ 545 MP കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു മേഖലയിൽ. ഇത്
വന്യമൃഗ സംരക്ഷണത്തിൻ്റെ മേഖലയിൽ അവസാനത്തെ ഭാഗം എനിക്ക് തോന്നുന്നതാണ് കേട്ടോ, എനിക്കറിയാം. മേനകാഗാന്ധിക്ക് എന്താ ഇതുകൊണ്ടുള്ള ഗുണം? മേനകാഗാന്ധിക്ക് എന്താ ഇതുകൊണ്ടുള്ള ഗുണം? മേനകാഗാന്ധിയാണ് ഇതിൻ്റെ ബേസ് എന്ന് തോന്നുന്നത്. കാരണം ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യാൻ ഒരൊറ്റ MP എഴുന്നേറ്റിൽ നിൽക്കുന്നതും കൂടി ഇല്ല മേനകേൻ്റെ വാക്കിൻ്റെ അപ്പുറത്തേക്ക്. മേനകാഗാന്ധിയുടെ വാക്കിനപ്പുറത്തേക്കല്ല, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പല MP മാരും ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. MP ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസ് ഈ വിഷയം ഉന്നയിക്കുന്നു. ഈ പന്നികളെ കൊന്നൊടുക്കണം, അല്ലെങ്കിൽ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം മലയോര കർഷകർക്ക് ഒഴിവാക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്ര വനം വകുപ്പ് മന്ത്രി അതിന് കൊടുത്ത മറുപടി എന്ന് പറയുന്നത് 1972 വനം വന്യജീവി നിയമത്തിൽ തന്നെ ഷെഡ്യൂൾ 1 ഷെഡ്യൂൾ 2 പെടുന്ന വന്യമൃഗങ്ങൾ മനുഷ്യനോ മനുഷ്യൻ്റെ ജീവനോ സ്വത്തിനോ വിനാശകാരിയാകുന്നുണ്ടെങ്കിൽ അതിനെ കൊന്നൊടുക്കാനുള്ള അവകാശം കേരളത്തിലെ അതാത് സംസ്ഥാനങ്ങളിലെ വനം വകുപ്പിനുണ്ട് എന്ന് കൃത്യമായി രേഖാമൂലം മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ കേരളം ഇപ്പോഴും പറയുന്നു കേന്ദ്ര നിയമങ്ങൾ അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പന്തലിടുകയാണ്. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു ആറ്റിങ്ങൽ MP അടൂർ പ്രകാശും പത്തനംതിട്ട MP ആൻ്റോ ആൻ്റണിയുമാണ് ഈ വിഷയം വീണ്ടും അവതരിപ്പിക്കുന്നത്. ഇത് അവതരിപ്പിച്ചപ്പോൾ കിട്ടിയ മറുപടിയാണ് പന്നിയെ ക്ഷുദ്രജീവി ഇനത്തിൽ പെടുത്താൻ സാധിക്കില്ല. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഡീൻ കുര്യാക്കോസിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ന് ക്ഷുദ്രജീവി എന്ന് പറയുന്നൊരു ലിസ്റ്റ് തന്നെ ഇന്ത്യയിലില്ല. ഓൾറെഡി 1972 നിയമം പറയുന്നുണ്ട് കേരളത്തിലെ വനം വകുപ്പിന് ഇവയെ കൊല്ലാൻ ഉത്തരവിടാനുള്ള അവകാശമുണ്ട്. പക്ഷേ ആ റിസ്ക് എടുക്കാൻ കേരളം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതല്ലേ ഇതിൻ്റെ പ്രധാന പ്രശ്നം. അല്ലേ, ഇത് ഇപ്പോൾ എൻ്റെ അവിടെ തന്നെ വയനാട്ടിൽ പ്രശ്നം ഉണ്ടായ സമയത്ത് ഞാൻ അവിടുത്തെ റേഞ്ചറോട് സംസാരിച്ചു. അപ്പോൾ 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ആ തടിച്ച പുസ്തകം എനിക്ക് മുന്നിൽ കൊണ്ടു തന്നു. എൻ്റെ ഒരു ഷെഡ്യൂൾ കാണിച്ചു തന്നു. അപ്പോൾ അവർ പറഞ്ഞ ഷെഡ്യൂൾ 3 പന്നി, അതിന് ഷെഡ്യൂൾ 5 നിങ്ങൾക്ക് കൊല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ഷെഡ്യൂൾ 3 തന്നെ നിലനിർത്തുമെന്ന് പറഞ്ഞിട്ട്. അതിന് കാരണം അവർക്കറിയില്ല. ഇപ്പോൾ ഷെഡ്യൂൾ 3 ശരിക്കും IUCN എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. ബേസിക്കലി ലോകമൊട്ടുക്കും ഈ വന്യമൃഗങ്ങളെ പറ്റിയും വംശറ്റുപോകുന്നതും വംശറ്റുപോയതും പരിഗണന വേണ്ടാത്തതായ ഷെഡ്യൂൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഷെഡ്യൂൾ പ്രകാരം ലീസ്റ്റ് കൺസേൺ ആണ് ആര്? പന്നി. അപ്പോൾ പന്നിനെ നിയന്ത്രിക്കാനും കൊല്ലുന്നതിൽ ഒരു പ്രശ്നമില്ല എന്നാണ് IUCN പറയുന്നത്. പക്ഷേ എന്നിട്ട് നമ്മൾ പന്നീനെ ഷെഡ്യൂൾ 3 പെടുത്തിയത് എന്തിനാണ്? അതാണ് ചോദിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്? ഇപ്പോൾ ലോകമൊട്ടുക്കും രാജ്യങ്ങൾ ഇതിനെ കൊന്നൊടുക്കിയിട്ട് ഇതിൻ്റെ വംശം കുറയുന്നില്ല. ഗവൺമെൻറ് പണം കൊടുത്തു. ഞാൻ മനസ്സിലാക്കുന്നത് പന്നി ഷെഡ്യൂൾ 2 അല്ലല്ല 3 ഉറപ്പാണോ? ഷെഡ്യൂൾ 3 ഷെഡ്യൂൾ 2 വേറെ കുറച്ചും കൂടെ ആയുള്ള ജീവികളാണ്. അപ്പോൾ കടുവ ആനയൊക്കെ ഷെഡ്യൂൾ 1. അപ്പം ഇങ്ങനെ ഒടുക്കിയിട്ടും കൂടി ഇതിൻ്റെ വംശം കുറയുന്നില്ല എന്നാണ് കണ്ടെത്തിയത്. പിന്നെ നമ്മുടെ ഈ ദരിദ്ര രാജ്യം, കാരണം ഏകദേശം ഹങ്കർ ഇൻഡെക്സിൽ ഏറ്റവും താഴെ കിടക്കുന്ന ഒരു രാജ്യമാണ് ആര്? ഇന്ത്യ. ഈ ദരിദ്ര രാജ്യം ജനങ്ങളുടെ നികുതിപ്പണം കൊടുത്തിട്ട് എന്തിനാണ്, നമ്മുടെ ചോദ്യം അതാ, എന്തിനാണ് ഈ ഒരു ക്ഷുദ്രജീവിയെ, അപകടകാരിയായ ജീവിയെ സംരക്ഷിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഇതുണ്ടാക്കുന്ന നാശത്തിൻ്റെ ഒരു ഇതുണ്ട്. കാരണം കാരണം അത് പരിസ്ഥിതി, കാരണം കാട്ടിൽ ഏറ്റവും കൂടുതൽ നാശം ഉണ്ടാക്കുന്ന ജീവിയാണ് പന്നി. ഇപ്പോൾ IUCN കണക്ക് വേറെ 700-ൽ പരം ജീവജാലങ്ങളുടെ വംശനാശത്തിന് ഭീഷണിയാണ് ആര്? പന്നി കണ്ടെത്തിയത്. അതെങ്ങനെയാ? കാരണം ഇത് ഒന്നാമത്തെ ഇവരുടെ മുട്ടയൊക്കെ കഴിക്കും. ആരുടെ? ഈ ജീവജാലം പന്നീൻ്റെ ചെടികളുടെയൊക്കെ മുട്ട കഴിക്കും. പിന്നെ ഇവർ വളരെ വ്യാപത്തിൽ കുത്തിമറിക്കും. പരിസ്ഥിതിനെ മൊത്തം താറുമാറാക്കുന്ന രീതി. ഇപ്പോൾ ഉദാഹരണമായിട്ട് കാട്ടിൽ ഒരു മണ്ണിരയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞ മാതിരി ഉഴുതു മറിക്കുകയും ചെയ്യത് കാടൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പുൽമേടുകൾ ഉണങ്ങിപ്പോകും. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആനയ്ക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഭക്ഷണം ഇല്ലാതെയാവും. അങ്ങനെ IUCN കണക്ക് പ്രകാരം ബേസിക്കലി നമ്മൾ സ്റ്റഡി ചെയ്ത് വരുമ്പോൾ ഒരു ഭീകരജീവിയാണ് ആര്? പന്നി. എന്നിട്ട് ഇതിനെ നിലനിർത്താനുള്ള അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ് ചോദിക്കുന്നത്? ഒരു പന്നി ഒറ്റ പ്രസവത്തിൽ 10-15 കുഞ്ഞുങ്ങളുണ്ട്. നമ്മളിതിനെയൊക്കെ ഞങ്ങൾ കാണുന്നത് ശബരിമലയിൽ പോകുമ്പോഴാണ് കാണുന്നത്. ശബരിമലയിൽ പക്ഷെ അതിനെ ആരെ ഉപദ്രവിക്കാതെ ഒരു വഴി കൂടെ പോകും. പക്ഷേ എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ ഈ കാട്ടുപന്നി എന്ന് പറയുന്നത് നമ്മൾ ശബരിമലയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു. കാരണം എൻ്റെ നാട് കൊട്ടാരക്കരയാണ്. അവിടെയൊക്കെ മലയോര മേഖലകളുണ്ടെങ്കിൽ പോലും ഞങ്ങളൊക്കെ താമസിക്കുന്ന മേഖല മലയോര മേഖലയൊന്നുമല്ല, വയലും കൃഷിയിടങ്ങളുമായിട്ടുള്ള ഗ്രാമപ്രദേശമാണ്. പക്ഷേ ഇന്ന് ചില രാത്രികളിൽ ഇത് ചാടി പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. കോഴിക്കോട് സിറ്റിയിൽ വരെ ഉണ്ട്. കോഴിക്കോട് ടൗണിൻ്റെ നടുക്ക് വരെ കാട്ടുപന്നി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഇവർ പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉന്നയിക്കുന്ന 2 കാര്യമാണ്.
ഒന്ന് അവർ കൃത്യമായി പണിയെടുത്ത് സെൻസർ നടത്തിയിട്ടില്ല. എത്ര പന്നി ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല അവർ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ അതിന് മെത്തഡോളജി ഉണ്ട്, എല്ലാത്തിനും അതിൻ്റെ മെത്തഡോളജി. ഓരോ ദിവസവും ഇതൊരു ലിസ്റ്റ് എടുത്ത് പൂർത്തീകരിച്ച് വരുമ്പോഴത്തേക്ക് അല്ല, ഒരു വർഷം ഇത് കണക്ക് കൂട്ടിയിട്ട് അടുത്ത വർഷം ഇതിൻ്റെ ലിസ്റ്റ് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു റേഷ്യോ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഇത് കൂടുന്നതിൻ്റെ അത് വെച്ചിട്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും ഒരു 10 വർഷത്തിനുള്ളിൽ എത്ര കൂടിയിട്ടുണ്ടെന്ന്. ഇതിനൊക്കെ സയൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റിസ്ക് എടുക്കുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരു ഗവൺമെൻറ്റും രാഷ്ട്രീയക്കാരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റാത്ത കുറേ ഡിപ്പാർട്ട്മെൻറ്റുമാണ് ഈ പ്രശ്നത്തിന് ബേസ്. ഒന്ന് സ്റ്റഡി നടത്താൻ തയ്യാറല്ല അവർ. സ്റ്റഡി നടത്തി കൃത്യമായ റിപ്പോർട്ട് എവിടെ എത്തിക്കാൻ പറ്റുന്നില്ല, കേന്ദ്രത്തിൽ എത്തിക്കാൻ പറ്റില്ല. കേന്ദ്രത്തിൽ കൃത്യമായ സ്റ്റഡി റിപ്പോർട്ട് കൊടുത്താൽ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഷെഡ്യൂൾ 5 മാറ്റാൻ പറ്റും. 5 മാറ്റാൻ പറ്റും. 72 ഈ നിയമം വന്ന സമയത്ത്, കാരണം 72 ഒരു നിയമം ഉള്ള സമയത്ത്, കാരണം അന്നും എന്താണ് IUCN കണക്ക് പ്രകാരം ഷെഡ്യൂൾ 5 പിന്നെ എന്തിന് ഇതിന് ഷെഡ്യൂൾ 3 പെടുത്തി? ആരുടെ രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു? ഉദ്യോഗസ്ഥന്മാരുടെ ലക്ഷ്യം എന്തായിരുന്നു നമ്മൾ ചോദിക്കുന്നത്. അതിന് മേനകാഗാന്ധി ഉത്തരം പറയുന്നത് പന്നീനെ കൊന്ന കടുവ നാട്ടിലിറങ്ങുന്ന. അത് ഒറ്റ അർത്ഥത്തിൽ ശരിയെന്ന് തോന്നും. ഏത് മേനക പറഞ്ഞാൽ ശരിയെന്ന്. പക്ഷെ ആ ശരീൻ്റെ പിന്നിൽ വലിയ തെറ്റുണ്ട്, വലിയൊരു ശരിയില്ലായ്മയുണ്ട്. പന്നി എന്തുകൊണ്ടാണ് കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത്? 2 കാര്യമുണ്ട്. ഒന്ന്, അവിടെ പെറ്റ് വരിക, ആ ഏരിയയിൽ നിലനിൽക്കാൻ പറ്റാത്ത വിഭവങ്ങളില്ല, അവിടെ അതിൻ്റെ എണ്ണം കൂടി ആ റിസോഴ്സ് കൊണ്ട് അടുത്ത വിഭവം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? പുറത്തേക്ക് ഇറങ്ങുന്നു. ഇവരെ തേടിയിട്ടാണ് ഇവരെ പിന്നാലെ ആര് വരുന്നത്? കടുവ വരുന്നത്. നാട്ടിൽ വരുന്ന പന്നീനെ കൊന്നു തിന്നാൻ തുടങ്ങിയാൽ, ഷെഡ്യൂൾ 5 കൊന്നു തിന്നാൻ തുടങ്ങിയാൽ പന്നിക്ക് ഭയം വരും. പന്നീനെ പുറത്തേക്ക് വിടരുതെന്നാണ് പറഞ്ഞത്. കാട്ടിൽ നിന്ന് തന്നെ സംരക്ഷിക്കാനുള്ള ഒരു രീതി വരണം. കാട്ടിൽ നിന്ന് പുറത്ത് വരുന്ന പന്നീനെ കൊന്നു നോക്ക്, പന്നി എല്ലാം കാട്ടിക്കഴിയും. അപ്പോൾ കടുവ ഒരിക്കലും പുറത്തു വരില്ല. അല്ല, ഇതിൻ്റെ രാഷ്ട്രീയം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കർഷകൻ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞ എൻ്റെ രാഷ്ട്രീയം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് ഞാൻ പറയുന്ന എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും ഈ 545 MP പിടിച്ചു വെക്കണം ജനങ്ങൾ. എന്തിനാണ് നിങ്ങൾ പന്നിനെ സംരക്ഷിക്കുന്നതെന്ന് ചോദിക്കണം. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി നമ്മൾ നികുതി പണം കൊടുക്കും? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആ പ്രശ്നക്കാരായ പന്നികളെ വെടിവെക്കാനുള്ള അനുവാദം കൊടുത്തപ്പോൾ, പക്ഷേ ഇത് വെടിവെച്ചതിന് ശേഷം ഉണ്ടാകുന്ന നിയമ നടപടികളുണ്ട്. ഇതിനെ എങ്ങനെ അടക്കം ചെയ്യണം, അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ എഴുത്തൂത്തുകളും ഈ മെനക്കേടും വയ്യാത്തത് കൊണ്ട് അവരും ഇപ്പോൾ മൈൻഡ് ചെയ്യാതായി. അല്ല, ചിലവ് നമ്മുടെ അടുത്താണ്. നമ്മൾ ഇതിൻ്റെ പിന്നാലെ നടക്കണം, കുഴിക്കാൻ സഹായിക്കണം, JCB കൊണ്ടുവന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിന് പൈസ തരാമെന്ന് പറയും. ഇപ്പം നമ്മൾ 5 അടി മേലെ ഒരു JCB കൊണ്ട് കുഴി കുഴിക്കാൻ തന്നെ എനിക്കൊരു 10,000 രൂപ ചിലവ് വരും. ആ പൈസ തരാമെന്നൊക്കെ പറഞ്ഞ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചിലപ്പം പോകും. നമ്മുടെ പറമ്പിൽ അങ്ങനെ കൊന്നിട്ടില്ല. അപ്പോൾ പക്ഷേ എനിക്ക് കൊല്ലാൻ പറ്റില്ല, കാരണം കാടിന് 2 കിലോമീറ്റർ ചുറ്റളവുള്ളതിനെ വെടിവെക്കാൻ പറ്റില്ല എന്ന് എന്തോ നിയമം എൻ്റെ ഇടയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ നിയമത്തിൽ അപ്പോൾ ഏറ്റവും നല്ല വഴി പാർലമെൻറ്റ് ചെയ്യുന്ന പണി. ഞാൻ ഈ 545 MP എനിക്ക് പറയാനുള്ള ഏക കാര്യം, നിങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഷെഡ്യൂൾ 3 നിന്നും പന്നീനെ ഷെഡ്യൂൾ 5 ഇന്ത്യയിലെ കർഷകർ രക്ഷപ്പെടും. ഈ അടുത്ത കാലത്ത് ഒരു 5-6 മാസം മുമ്പ് ഇന്ദുവിൽ വന്ന റിപ്പോർട്ടുണ്ട്. ഡിണ്ടിഗൽ എന്ന് പറഞ്ഞ ജില്ലയിൽ ഒരു കർഷകൻ ചോളം ചെയ്ത് 4 ഏക്കറിൽ ചോളം ചെയ്തു. ആൾ ചോളമൊക്കെ ഹാർവെസ്റ്റ് ചെയ്യാനായി ഇയാൾ വന്നു കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഹാർവെസ്റ്റ് ചെയ്യാമെന്ന് എന്ത് ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു? സകലതും പന്നി നശിപ്പിച്ചു. ഇയാൾ വട്ടിപ്പലിശയ്ക്ക് പൈസ വാങ്ങിയ ആളാണെന്ന് പറഞ്ഞത്. ഇയാൾ നേരെ വീട്ടിൽ വന്ന് വിഷം കുടിച്ച് മരിച്ചു. ഈ കർഷകന് ഇത്രയേ വിലയുള്ളൂ, ഒരു പന്നീൻ്റെ വിലയില്ലേ? ഞാൻ തോന്നി ഈ 545 രാഷ്ട്രീയക്കാരെയും ഇന്ത്യയിലെ ജനസംഖ്യയിൽ 70% കർഷകർ ഉപരോധിക്കണം എന്ന് പറഞ്ഞത്. ഒറ്റെണ്ണത്തിനും വീട്ടിൽ നിന്ന് പുറത്തായിട്ട് പാർലമെൻറ്റിലേക്ക് ഏറ്റെടുത്തെന്നാണ് പറയുന്നത്. ഒരു കർഷകൻ എന്ന രീതിയിൽ എൻ്റെ അഭിപ്രായമാണ്. അല്ലെങ്കിൽ ഒരു ആമ്പന്നി ഒരു പെമ്പന്നിയും കൂടെ പാഴ്സലാക്കി അയച്ചു കൊടുക്കണം. അല്ലല്ല, അല്ലെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഇവരുടെ വംശത്തിൽപ്പെട്ടവരാണ് ഈ പന്നി. എൻ്റെ സംശയം ഇവരെ സംരക്ഷിക്കാൻ ഇത്രയും ശുഷ്കാന്തി കാണിക്കുന്നത് ഈ 545 MP വംശത്തിൽപ്പെട്ടവരാണ് ഈ പന്നി. ഏറ്റവും അപകടകരമായ ജീവി, ഏറ്റവും ഏറ്റവും അച്ചടക്കമില്ലാത്തൊരു ജീവിയാണ് ആര്? പന്നികൾ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒറ്റ ടീമാണോ? അല്ല, എൻ്റെ സംശയമാണ്. കർഷകൻ എന്ന രീതിയിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. എൻ്റെ അഭിപ്രായത്തിൽ IUCN കണക്ക് പ്രകാരം IUCN റിപ്പോർട്ടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ശരിക്കും വെൽ സ്റ്റഡീഡ് ആയുള്ള റിപ്പോർട്ടാണ്. ലോകരാജ്യങ്ങൾ മൊത്തം അംഗീകരിക്കുന്ന ഈ റിപ്പോർട്ടിന് എന്തുകൊണ്ട് ഇന്ത്യ വേണ്ടാന്ന് വെക്കുന്നത്? IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. അത് ഈ പന്നിയെ ശുദ്ധജീവി ആക്കണമെന്ന ആവശ്യത്തിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഇന്ത്യയുടെ സംസ്കാരം പ്രകാരം പന്നിയെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കേന്ദ്രം പറയുന്നത്. രാമായണത്തിൽ രാമൻ പന്നീനെ കൊന്നു തിന്നുന്നതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ എവിടെയോ, ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. കൊന്നു തിന്നു എന്നല്ല, മൃഗവിനോദത്തിന് വേണ്ടി വേട്ടയാടിയിരുന്നു. അപ്പോൾ
രാമന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ജനങ്ങൾക്ക് ചെയ്തുകൂടെ? പന്നി വളരെയേറെ പെറ്റുപെരിക്കുന്നു വിചാരിക്കുക, അത് പാരിസ്ഥിതികമായ നാശം ഉണ്ടാക്കിയ അൾട്ടിമേറ്റായിട്ട് പന്നീൻ്റെ തന്നെ വംശറ്റ് പോകും. കാരണം ഞാൻ ഒരു അപകടകാരിയായ ജീവിയായിട്ട് പെറ്റുപെരുകി കഴിഞ്ഞാൽ, അപ്പം പന്നിക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കണമെങ്കിൽ നമ്മളതിനെ കൊന്നു തിന്നുക തന്നെ ചെയ്യണം. നാട്ടിൽ വരുന്ന പന്നീനെ കൊന്നു തിന്നാൻ തുടങ്ങിയാൽ ആരോഗ്യമുള്ള പന്നി നിലനിൽക്കുള്ളൂ. ആരോഗ്യമുള്ള പന്നി കാട്ടിൽ നിലനിൽക്കണമെങ്കിൽ കൊന്നു തിന്നുക എന്ന് പറയുന്ന വാക്കാണെന്ന് തോന്നുന്നു ഈ പ്രശ്നം ഉണ്ടാകും. കൊന്നു തിന്നു തന്നെ ചെയ്യണം നമ്മൾ പറയുന്നത്. കാരണം കൊന്നാപ്പാവം ഇപ്പോൾ ഇന്ത്യയിലെ പഴമൊഴിയാണല്ലോ. ഇന്ത്യയിൽ പണ്ട് എന്നല്ല പഴമൊഴിയാണ്, കൊന്നാപ്പാവം തിന്നാൽ തീരും. കാരണം കൊളസ്ട്രോൾ ഏറ്റവും കുറഞ്ഞ ഏറ്റവും നല്ല ഇറച്ചിയാണ് ഇതിൻ്റെ പന്നീൻ്റെ. എൻ്റെ ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് വെറുതെ ഈ റിച്ചായുള്ള ഒരു പ്രോട്ടീൻ ഫുഡ് നമ്മൾ നശിപ്പിക്കുന്നത്? അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഇവർ ഭയപ്പെടുന്നത് ജനങ്ങൾ കാട്ടിൻ്റെ ഉള്ളിൽ കയറി പന്നീനെ വേട്ടയാടാൻ തുടങ്ങുന്ന. പക്ഷെ ആ ഒരു പ്രശ്നം ഉത്തരവാദിത്തം ആരായിട്ടെടുക്കണം? വനംവകുപ്പ്. വനംവകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ്. വേണമെങ്കിൽ CCTV ഫുള്ളായിട്ട് വെച്ചോട്ടെ എല്ലായിടത്തും. കാരണം അത്രയേറെ ഫണ്ട് ഉണ്ട് അവർക്ക്, ഇനഫ് ഫണ്ട്. അല്ല, സ്വാഭാവികമായിട്ട് ഇത് ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് വനം സംരക്ഷിക്കപ്പെടണം, ഒരാവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടണം, പ്രകൃതിയെ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതുകൊണ്ടാണ്. പണ്ട് ഇപ്പോൾ ശബരിമല കാട്ടിലോട്ടൊക്കെ പോകുമ്പം ആനകളെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണും. ഇന്ന് കൂട്ടത്തോടെ ആനകളെ നമുക്ക് കാണാൻ പറ്റും. അച്ചൻകോവിലായാലും ഈ പറയപ്പെടുന്ന ആതിരപ്പള്ളിക്ക് പോകുന്ന വഴിക്കായാലും ശബരിമലയ്ക്ക് പോകുന്ന വഴിക്കായാലും ഒക്കെ നമ്മൾ നിരന്തരമായി ആനകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ ഇതിൻ്റെ പ്രജനന വർധനവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടുന്ന നടപടികളല്ലേ വനം വകുപ്പ് എടുക്കേണ്ടത്? കൊന്നൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും മികച്ച മാർഗം പ്രജനന വർധനവ് ഒഴിവാക്കുക, അല്ലെങ്കിൽ പ്രജനന വർധനവിനെ തടയിടുക. അതുപോലെ തന്നെ കാടിനുള്ളിൽ ഇതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ആവശ്യമായ ജലലഭ്യതയും ആഹാര ലഭ്യതയും ഉറപ്പുവരുത്തുക. ഈ രണ്ട് കാര്യങ്ങളല്ലേ വനം വകുപ്പ് ചെയ്യേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഈ കാടും നാടും തമ്മിലൊരു വേർതിരിവ് വേണ്ട എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മുത്തങ്ങ സംഭവവുമായി ബന്ധപ്പെട്ട് നരിവേട്ട എന്ന് പറഞ്ഞൊരു സിനിമ മലയാളത്തിൽ ഇപ്പോൾ ഇറങ്ങി. അത് കണ്ടതിനകത്തൊരു ഡയലോഗാണ്. നമുക്ക് ഒരു ആദിവാസികൾ തമ്മിൽ സംസാരിക്കാൻ പറയുന്നത്, തേനല്ലാതെ മറ്റെന്താണ് നമുക്ക് കാട്ടിനെടുക്കാൻ അവകാശമുള്ളത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒരു ചുള്ളിക്കമ്പ് എടുത്താൽ അവൻ്റെ പേര് കേസ് വരും, അവനകത്ത് പോകും. വഴിയിലൊരു മാനെ ഇടിച്ചിട്ട സർക്കാർ വണ്ടിക്ക് പിഴ ചുമത്തിയത് നമ്മൾ കണ്ടതാണ്. അതായത് റോഡിൽ കൂടെ പോകുന്ന KSRTC ബസ് ഓടിച്ച ഡ്രൈവർക്ക് പിഴ ചുമത്തുകയാണ്. അതും ലക്ഷങ്ങളാണ്. ഒരു കലമാനെ ഇടിച്ചു, മാൻ ചത്തുപോയി. ആ ഡ്രൈവർ എന്ത് ചെയ്യാൻ പറ്റും? എത്രയോ പട്ടികളെ തെരുവിലൂടെ പോകുന്ന ഈ വണ്ടി ഇടിച്ചിടുന്നു, മനുഷ്യരെ ഇടിച്ചിടുന്നു. അതിനുപോലും ഇല്ലാത്ത പരിഗണനയാണ് സർക്കാരുകൾ ഇതിൽ കൊടുക്കുന്നത്. ഇതിൻ്റെ കാരണമെന്ന് സാധാരണക്കാർ വിശ്വസിക്കുന്നത് ഇവയെ സംരക്ഷിക്കേണ്ടത് നാടിൻ്റെ ആവശ്യമായതുകൊണ്ട് അവയെ സംരക്ഷിത വിഭാഗത്തിൽപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി ആ ഒരു സംരക്ഷണം ഇല്ലെങ്കിൽ ആർത്തിമൂത്ത മനുഷ്യൻ കാട് കൈയേറി ഇവയൊക്കെ കൊന്നുടക്കി പണം സമ്പാദനത്തിനായി മാറ്റും എന്ന ചിന്തയിൽ നിന്നല്ല ഇത് ചെയ്യുന്നത്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ജനതയ്ക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് എൻ്റെ കയ്യിൽ ഞാനൊരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ പറമ്പിലേക്ക് എന്തുകൊണ്ട് വലിച്ചെറിയുന്നില്ല? അതങ്ങനെ എറിയുന്ന മനുഷ്യനുണ്ട്. അല്ല, ഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെ എറിയുന്നു. കാരണം അവനെ അറിയില്ല എൻ്റെ ഈ പ്രവൃത്തി എന്ത് ഇമ്പാക്റ്റ് എനിക്കുണ്ടാക്കുന്നു. ഞാൻ അങ്ങനത്തെ ഒരു സാധനം. അതേമാതിരി കാടും ഞാനും തമ്മിലുള്ളൊരു ബന്ധം കൃത്യമായിട്ട് ആർക്കും അറിയെങ്കിൽ, ജനതയ്ക്ക് വിദ്യാഭ്യാസം കൊടുത്തിരുന്നെങ്കിൽ. ഇന്ന് വലിയ ക്യാമ്പയിനിങ് ഈ പ്ലാസ്റ്റിക്കിനെതിരെ നടക്കുന്നു. സർക്കാർ ഈ ഹരിതകർമ്മ സേനക്കാരെ വെച്ച് ഇത് കളക്ട് ചെയ്യുന്നു, കൃത്യമായി അത് സംസ്കരിക്കുന്നു. ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നതിന് ശേഷം ഒരു 50% ആളുകളുടെ മെൻറ്റാലിറ്റി മാറി. ഇപ്പോഴും 50% അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അവരിപ്പോഴും പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്, പ്ലാസ്റ്റിക് തെരുവിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂട്ടറിൽ രാവിലെ വരുന്ന വഴിക്ക്, വൈഫിൻ്റെ സ്കൂട്ടറായിരുന്നു, ഇവിടെ പെട്രോൾ അടിക്കാത്തതുകൊണ്ട് വഴിയിൽ പെട്രോൾ തീർന്നു. അപ്പോൾ ഞാൻ ഒരാളെ വിളിച്ച് പറഞ്ഞാൽ പെട്രോൾ കൊണ്ടുവന്നിട്ട് ഈ കുപ്പി കളയണം. ഈ കുപ്പി കവറുമായിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു കുപ്പിയുടെ ആകൃതിയിൽ പനമ്പള്ളി നഗറിൽ ഒരു ഡസ്റ്റ്ബിൻ വെച്ചിരിക്കുന്നു. ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ഈ കുപ്പി ഇട്ടു. ഈ പ്ലാസ്റ്റിക് കവറുകൂടി നോക്കുമ്പോൾ നിറച്ച് പ്ലാസ്റ്റിക് കവറാണ്. ചുരുട്ടി ഇടാൻ നേരം ഒരു കോർപ്പറേഷൻ്റെ വണ്ടി, ഈ ഒരു ഓട്ടോ ഉണ്ട്, ആ ഓട്ടോ കൊണ്ട് നിർത്തിയിട്ട് ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, സാറേ അത് പ്ലാസ്റ്റിക് അതിൽ ഇടരുത്, അത് കുപ്പി മാത്രം കളക്ട് ചെയ്യാനുള്ള ഇതാണ്, പ്ലാസ്റ്റിക് ഇടുന്നത് അപ്പുറത്തുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് മുഴുവൻ പ്ലാസ്റ്റിക് ആണല്ലോ, എന്ത് ചെയ്യാൻ പറ്റും സാറേ, പറയാനല്ലേ പറ്റൂ, ആരെങ്കിലും മനസ്സിലാക്കണ്ടേ. ഞാനതെടുത്ത് പ്ലാസ്റ്റിക് എടുത്തിട്ട് ഞാനത് കൊണ്ട് ഇട്ടു എന്നുള്ളതാണ്. എഴുതി വെച്ചിട്ടും പറഞ്ഞു കൊടുത്തിട്ടും അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിട്ടും മലയാളി എന്നല്ല, എല്ലാ നാട്ടിലും ഇതുണ്ട്, മനുഷ്യൻ ഇതിൽ നിന്ന് മാറാൻ തയ്യാറല്ല. അവരോടാണ് നമ്മൾ ഈ പറയുന്നത് കാട് സംരക്ഷിക്കുന്നതിൻ്റെ പഠിപ്പിച്ചു കൊടുത്താൽ മതി മാറുമെന്ന് പറയുന്നത്. അവർ കേൾക്കൂ? ഇല്ല, പറ്റും. കാരണം എന്താ പറയുക, എൻ്റെ ഭൂമി എന്നൊരു ബോധമാണ് ഉണ്ടാക്കേണ്ടത്, അല്ലാതെ ഇതല്ല ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് എനിക്കറിയാം, ഞാൻ എൻ്റെ നാട്ടിൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അവിടെ ഒരു താത്ത, എൻ്റെ പറമ്പിൽ പണിയെടുക്കാൻ വന്ന സ്ത്രീൻ്റെ പേരക്കുട്ടി, അപ്പോൾ ഈ താത്ത എന്തോ മീൻ വന്ന എന്തോ ഒരു കവറെടുത്തിട്ട് പറമ്പിലേക്ക് എറിഞ്ഞു. ഉമ്മ എന്തിനാണ് പറമ്പിലേക്ക് വലിച്ചെറിയുന്നത്? അത് കേടല്ലേ പറമ്പിൽ നിന്ന് ചോദിക്കുക. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എവിടെ നിന്ന് ഒരു വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്.
അപ്പം ഇങ്ങനൊരു വിദ്യാഭ്യാസ രീതി ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭൂമി എൻ്റേതാണ് ഒരു ബോധ്യം, കാട് എൻ്റേതാണ് ബോധ്യം, കാടില്ലെങ്കിൽ നാടില്ല എന്നൊരു ബോധ്യത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരിക. കാരണം ആ ഒരു വിദ്യാഭ്യാസം, കാരണം നമ്മൾ ഈ മൃഗങ്ങളായിട്ടുള്ള ഉദാഹരണമായിട്ട് ഞാൻ വയനാട്ടിലെ കാടുകളിൽ മൊത്തം കറങ്ങി നടന്ന മനുഷ്യനാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും അപകടകരമായ കാടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മോണോകൾച്ചർ ഉണ്ട്. തേക്ക്, മാഞ്ചിയം, അക്കേഷ്യ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആര്? ഗവൺമെൻറ്റിൻ്റെ ഉള്ളിൽ. ഇതൊന്നും ജൈവവൈവിധ്യം നിലനിർത്തുന്ന സാധനമല്ല. മൃഗങ്ങൾക്കോ ജീവജാലങ്ങൾക്കോ ഒരു ആവശ്യമില്ല. ഇതിട്ട് മണ്ണിൽ വലുതായിട്ട് കാർബൺ ഫിക്സ് ചെയ്യുന്നില്ല, ഇങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ശരിക്കും ഇത് വനത്തിൻ്റെ ഒരു ഫങ്ഷനും ചെയ്യാത്തൊരു ഇടത്തെയാണ് ഇവർ എന്താണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് പലയിടങ്ങളിലും. ശരിക്കും പറയുകയാണെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബജറ്റ് ഫണ്ട് കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഇറ്റ് ഈസ് എ പ്ലാന്റേഷൻ കോർപ്പറേഷൻ. കാടെല്ലാവരും നിലനിർത്തുന്നത് ഒരു പ്ലാന്റേഷനാണ് നിലനിർത്തുന്നത്. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? കാടിന് ഒരുപാട് ഫങ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ 45 എത്ര നദികളിൽ ഈ നദികളിലേക്കുള്ള വെള്ളം, പെയ്യുന്ന മഴ ഭൂമിയിൽ ഇറങ്ങാൻ, വരുന്ന മേഘങ്ങളെ ഘനീഭവിപ്പിക്കുക, അങ്ങനെ ഒരുപാട് ഫങ്ഷനുള്ള ഒരാളാണ് ആ കാട്. അപ്പോൾ ഇത്രയേറെ ജൈവവൈവിധ്യം നിലനിർത്തിയാൽ മാത്രമേ കാട്, കാരണം ഈ കാട് കൊടുക്കുന്ന ഒരു റിയൽ കോസ്റ്റ്, നമ്മളിപ്പോൾ കാണാത്തൊരു കോസ്റ്റ് ഉണ്ട്. ഈ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗംഭീര കോസ്റ്റ് തന്നെയാണ്. കാരണം ജനങ്ങളെ എല്ലാം, കാരണം വായുവായിട്ടും വെള്ളമായിട്ടും കാരണം കാലാവസ്ഥ വ്യതിയാനത്തെ തടയുന്നതൊക്കെ ആയിട്ട് കാടിൻ്റെ ആ കോസ്റ്റ് കണക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഏകവിളത്തോട്ടങ്ങൾ, ഈ തേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ കാട് വെച്ച് പിടിപ്പിക്കുക നല്ലത്. കാരണം നമ്മൾ പിന്നെ എന്തിനാണ് നികുതിപ്പണം ഇവർക്ക് കൊടുക്കുന്നത്? കാരണം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ എനിക്ക് രോഗം വന്നിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് ചികിത്സിച്ചാൽ മാറുന്ന ഒരു ഉറപ്പില്ല. പക്ഷെ രോഗം വരാതിരിക്കാനുള്ള ഒരു പ്രക്രിയയാണല്ലോ ഞാൻ ചെയ്യേണ്ടത്, ഹെൽത്തി ആയുള്ള ലൈഫ്. അപ്പോൾ ഹെൽത്തി ആയുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കലാണ് ആരുടെ പണി? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പണി. അല്ലാതെ കുറേ പ്ലാന്റേഷൻ നടത്തി അത് വിറ്റ് പൈസ ആക്കലല്ല. അതിനുവേണ്ടി നമ്മൾ ബജറ്റ് ഫണ്ട് കൊടുക്കുന്നുണ്ട് അവർക്ക്. പക്ഷേ ഞാൻ പറയുന്നത് ഈ തേക്ക് വെക്കുന്നതിനെക്കാട്ടും മാഞ്ചി വെക്കുന്നതിനെക്കാട്ടും നല്ല ഒറിജിനൽ കാട് വെച്ച് അവർക്ക് കാർബൺ ക്രെഡിറ്റ് എന്ന രീതിയിൽ കിട്ടുന്ന ഫണ്ട് മാത്രം മതി. ദേ ബിക്കം റിച്ച്. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന്, കാരണം ജനങ്ങൾക്ക് അവിടെയുള്ള എനിക്കൊന്നും ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഈ എൻ്റെ കണക്ക് കൂടുമ്പോൾ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഫണ്ട് ആർക്ക് കിട്ടും? ഹൈസ്കൂൾ വരെ ഫ്രീ ആയിട്ട് അത്രയും കാർബൺ ക്രെഡിറ്റ് ആയിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ ആർക്ക് പറ്റും? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറ്റും. ഒരു രാജ്യത്തിൻ്റെ വിജയത്തിന് ബേസിക്കായുള്ളൊരു ഘടകമുണ്ട്, എന്താ അറിയുക? വിദ്യാഭ്യാസം. ഇപ്പം ചൈന നേടിയത് അതാണ്. ചൈന സകല ടാലൻ്റുള്ള കുട്ടികൾക്ക് പരമാവധി എന്ത് വിദ്യാഭ്യാസമാണ്? സയൻസ് മേഖലയിൽ അടിസ്ഥാന വിദ്യാഭ്യാസം ഇന്ത്യക്കുണ്ട്, സാങ്കേതിക വിദ്യാഭ്യാസം ഇല്ല. സയൻസ് മേഖലയിലും ടെക്നോളജിയിലും അമ്മാരി വിദ്യാഭ്യം അവർ കൊടുത്തത്. അല്ല, ചൈനയിൽ കുട്ടികളെ മുതൽ അവരെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലാണ് ഓരോരുത്തരും. അങ്ങനെയൊന്നുമില്ല, ടാലൻറ്റ് നോക്കിയിട്ട് അവർ, കാരണം അവർക്ക് കാരണം ഇപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് വരെ സയൻറ്റിസ്റ്റുകൾ അങ്ങോട്ട് എടുക്കുന്നുണ്ട്. അവർ വായിച്ചില്ല അത്? അതെ. അല്ല, എന്നാലും അവിടെ സ്കൂളുകളിൽ ഈ പറയപ്പെടുന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഭയങ്കര രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ. ആയിരിക്കും അത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അവിടെ ആയിരുന്നു നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടിയിട്ടുണ്ട്. എവിടെ? സകല ടാലൻ്റുള്ള കുട്ടികളെയും പൊക്കിക്കൊണ്ടിരിക്കുക. ടാലൻറ്റ്, കാരണം ഞാൻ പറഞ്ഞു വിത്തിൻ 5 to 10 yearsനുള്ളിൽ ഇന്ത്യക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. സാമ്പത്തിക ശക്തിയായി മാറണം. നമ്പർ 1 സാമ്പത്തിക ശക്തിയായി മാറാം. അല്ലാതെ വേറെ വഴിയില്ല ഇന്ത്യക്ക്. അത്ര ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട് നമുക്ക്. ഇന്ത്യ കുറേ വർഷങ്ങൾ കൊണ്ട് ഒരു ഉപഭോക്തൃ രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിന്നാണ് ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾക്കുള്ളിൽ ഇവിടെ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാജ്യം. ഇത്രയും കാലം നമ്മുടെ പണം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സാധനങ്ങൾ വാങ്ങുന്നതിനൊക്കെ. ഇപ്പോൾ തന്നെ നമ്മൾ കുട്ടികൾ പഠിക്കാൻ പോയി ഒരു കുട്ടിയും തിരിച്ചു വരുന്നില്ലല്ലോ. അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അല്ല, അത് ഗവൺമെൻറ് നയപരമായി മാറ്റം വരുന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. ഒഴുക്ക് കുറയല്ല, പോയവർ ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. അല്ല, അത് ആ നാട്ടിൽ അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങളിൽ മതി പറഞ്ഞവരോട് ജീവിക്കുകയാണ്. കേരളത്തിലെ അന്തരീക്ഷത്തിൽ നിന്ന് ഒരാൾ UK പോവാണ്, അവിടെ കിട്ടുന്ന വലിയ പണം നാട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന പണമല്ല പ്രാധാന്യം. ഞാൻ കണ്ടെത്തിയത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു പണം നമുക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം ചിലവൊക്കെ കഴിക്കുമ്പോൾ വലിയ മിച്ചമൊന്നും നമുക്ക് അവിടെ ഇല്ല. പക്ഷെ നമുക്ക് ഫ്രീഡം ഉണ്ട് വർക്ക് ചെയ്യുന്നതിലൊക്കെ. നമ്മൾ അംഗീകരിക്കുന്നില്ല, വി ആർ ഗെറ്റിംഗ് റെസ്പെക്റ്റ്. കാരണം ഒരു നേഴ്സായ വ്യക്തിക്ക് ഒരു നേഴ്സ് എന്ന രീതിയിൽ അവനൊരു വാല്യൂ ഉണ്ട് അവിടെ എന്ന് പറയുന്നത്. ഇവിടെ 7,500 രൂപയാണ് ഇപ്പോൾ നേഴ്സിൻ്റെ ശമ്പളം പ്രൈവറ്റ് ആശുപത്രികളിൽ. ഇവിടെ
അപ്പോൾ പണം ഒരു കാര്യമാണ്. ഒരു കാര്യം പണമാണ്, പക്ഷേ പ്രധാന ഘടകം വാല്യൂ. 4 വർഷം പഠിച്ചിട്ട് 7,500 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന എത്ര പേര് നമ്മുടെ നാട്ടിലുണ്ട്. അതായത് എന്തിനാ പറയുന്നത്, ഒരു വിദ്യാർത്ഥിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് അംഗനവാടി ടീച്ചർമാർക്ക് ഇപ്പോഴും 10,000 രൂപയാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത്. എൻ്റെ വൈഫ് പ്രൈമറി സ്കൂൾ അധ്യാപികയാണ്. അവർ 2 LP സ്കൂളിൽ പഠിക്കുന്നത്. നമുക്കറിയാം അവരിടുന്ന എഫേർട്ട് എന്തുമാത്രമാണെന്ന്. അപ്പോൾ ഹയർ സെക്കൻഡറി പഠിപ്പിക്കുന്നവരെക്കാൾ ശമ്പളം കൊടുക്കേണ്ടത് ഈ പിന്നെ LKG-യിലും UKG-യിലും പഠിപ്പിക്കുന്ന അംഗനവാടി ടീച്ചർമാർക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം. കാരണം അവർ പഠിപ്പിച്ചു വിടുന്നതാണ് മുകളിലേക്ക് ചെല്ലുമ്പോൾ ഈ കുട്ടികൾ പ്രാവർത്തികമാക്കേണ്ടതെന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം CPM-ൻ്റെ ഒരു നേതാവിനോട് ചോദിച്ചു, എന്തിനാണ് KCB എന്ന്. KCB എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ ആർക്കും മനസ്സിലായില്ല KCB എന്തിനാണെന്ന്. KCB-ൻ്റെ ലക്ഷ്യം ക്വാളിറ്റിയുള്ള വൈദ്യുതി കൊടുക്കലാണ്, അല്ല 40,000 പേർക്ക് തൊഴിൽ കൊടുക്കലല്ല. അപ്പോഴാണ് അയാൾ ആലോചിക്കുന്നത് KCB ഓരോ സ്ഥാപനത്തിനും ഓരോ ലക്ഷ്യമുണ്ട്, അത് ഫങ്ഷൻ ചെയ്യുമ്പോൾ സമ്പദ്ഘടന ശക്തമാവുള്ളൂ. KCB-യുടെ ലക്ഷ്യം ക്വാളിറ്റിയുള്ള വൈദ്യുതി കൊടുക്കലാണ്, അല്ലാതെ 40,000 പേർക്ക് തൊഴിൽ കൊടുക്കലല്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, 40,000 പേർക്ക് തൊഴിൽ കിട്ടുന്ന പ്രസ്ഥാനമാണ്. അവിടെയാണ് ഇത് നമ്മൾ പൊട്ടിപ്പോയത്. നമ്മളെ നയപരമായുള്ള സമീപനമാണ് നമ്മളെ തകർത്ത് കളഞ്ഞത്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ലക്ഷ്യം എന്താ, ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക, അല്ലാതെ അധ്യാപകർക്ക് തൊഴിൽ കൊടുക്കലല്ല. പക്ഷെ ഇവിടെ ചിന്തിക്കുന്നത് എന്താ, അധ്യാപകർക്ക് തൊഴിൽ കൊടുക്കില്ല. ഈ നയപരമായ മാറ്റം വരുത്താത്തോളം കാലം കേരള രക്ഷപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു, ഈ നയപരമായ ഒരൊറ്റ മാറ്റം വരുത്തിയാൽ മതി, 5 ഇയേഴ്സിനുള്ളിൽ കേരളത്തിൻ്റെ സ്വഭാവം മാറും. എന്നാ ഡിഫൈൻ ചെയ്യുക. എന്താ KCB-യുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള വൈദ്യുതിയാണ്. മൊത്തം തൊഴിലാളിനെ പിരിച്ചുവിട്ടാലും കുഴപ്പമില്ല. പിരിച്ചുവിട്ട് അവർക്ക് ശമ്പളം കൊടുത്ത് വീട്ടിലിരുന്നോട്ടെ, നല്ല ലാഭമാണ്. എന്നാൽ ലാഭമാണ്, കേരളം ശക്തമാവും. ക്വാളിറ്റിയുള്ള വൈദ്യുതി കിട്ടിയാൽ കേരള ശക്തം. ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാൻ, ഇപ്പോൾ ഉദാഹരണം ഞാൻ കൃഷി ചെയ്യുന്ന സമയത്ത് എൻ്റെ താഴെ ഇരുന്ന് പമ്പുണ്ടായിരുന്നത്. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ താഴെ നടന്നു പോകണം. ഞാൻ നടന്നു പോകുമ്പോൾ സ്വിച്ച് അമർത്താൻ പോകുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടാവില്ല, ഞാൻ കയറി വരും. വീണ്ടും കറണ്ട് വന്നെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവിടേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ കറണ്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു പ്രൊഡക്റ്റീവായുള്ള മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലം എന്ത് പോയി, കറണ്ട് കാരണം പോയി. എൻ്റെ നാട്ടിൽ ഒരാൾ 28,000 രൂപ വാങ്ങിയിട്ട് ജാതിക്ക ഉണക്കുന്ന ഒരു ഇലക്ട്രിക് മെഷീൻ വാങ്ങിച്ചത്. ഇയാൾക്ക് പറമ്പിൽ ഇപ്പോൾ ഇയാൾ കണ്ടത് എന്താ, ഞാൻ ഈ ഉണക്കുന്ന സമയം കൊണ്ട് അടുത്തുനിന്ന് ഇങ്ങനെ വീശി ചിരട്ടയൊക്കെ കത്തിക്കുന്ന സമയം കൊണ്ട് എനിക്ക് എന്ത് സംഭവിക്കുക, ഒരു 500 ഒരാളുടെ പണി എനിക്ക് പറമ്പിലെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇയാൾ 28,000 രൂപ വാങ്ങിയിട്ട് എന്ത് വാങ്ങിച്ച് വാങ്ങിച്ച്. ഈ ഡ്രയറിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വൈദ്യുതി തന്നില്ലെങ്കിൽ ഇത് കേടുവരും. ഇടയ്ക്ക് വെച്ചിട്ട് ഉണങ്ങാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമാവുന്നതാണ്. ഇയാളെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്ന റീസ്റ്റാർട്ട് ചെയ്യില്ല വരുമ്പോൾ. അപ്പോൾ അന്നെന്തോ തെർമോമീറ്ററിന് സാധനത്തിന് കേടുവന്ന് ഇപ്പോൾ ഇയാൾ പഴയ സാധനത്തിന് അത് മൂലിക്ക് 28,000 രൂപേൻ്റെ സാധനം മൂലിക്ക് ഇട്ടിട്ട് ഇപ്പോഴും പഴയ വീശിൽ ആരംഭിച്ചു. ആലോചിച്ച് നോക്ക്, ക്വാളിറ്റിയുള്ള വൈദ്യുതി ആയിരുന്നെങ്കിലോ. കാരണം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മാവൻ പറഞ്ഞ മാതിരി ഐസ്ലാൻഡിലായിരുന്നു ആൾ വർക്ക് ചെയ്തത്. അതിൽ 27 വർഷമായി അവിടെ വർക്ക് ചെയ്യുന്നത്. ഒറ്റ ദിവസം കൂടി കറണ്ട് പോയിട്ടില്ല, 1 മിനിറ്റും കൂടെ കറണ്ട് പോയിട്ടില്ല. ഏറ്റവും കൂടി ഭൂമിയൊഴുക്കവും എൻ്റെ അഗ്നിപർവ്വതവും ഭൂമി ആടിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ആൾ പറഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനത്തെ ക്വാളിറ്റിയുള്ള വൈദ്യുതി കേരളത്തിന് കൊടുത്തുകൂടാ? ആ ഒരൊറ്റ വൈദ്യുതി കൊടുത്താൽ മതി, കേരളം റിച്ച് ആവും. കേരളത്തിൽ റിസോഴ്സസുകൾ കൂടുതലാണ്. ജലവൈദ്യുത പദ്ധതികളാകട്ടെ, സോളാർ പദ്ധതികളാകട്ടെ ഒക്കെ കൂടുതലുള്ള സ്ഥലമാണ്. ഇന്ത്യയിലെ അല്ല, ലോകത്തിലെ തന്നെ ആദ്യത്തെ മുഴുവൻ സോളാറിൽ പ്രവർത്തിക്കുന്ന എയർപോർട്ട് പോലും കേരളത്തിലാണെന്നുള്ളതാണ്. പക്ഷേ ഈ ക്വാളിറ്റിയുള്ള വൈദ്യുതി കിട്ടണമെങ്കിൽ അതിൽ ക്വാളിറ്റിയുള്ള പണിക്കാർ വേണം. കേരളം വളരണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, റെസ്പോൺസിബിളായുള്ള തൊഴിലാളികളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അതെന്ന് ഞാൻ രൂപീകരിക്കാൻ ആയിരിക്കും പറ്റുമോ? ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും. എൻ്റെ രാഷ്ട്രീയം അതാ കേട്ടോ. ഇറ്റ് ഈസ് മൈ പൊളിറ്റിക്സ്. എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വളർച്ചയുടെ പൊളിറ്റിക്സാണ്, ഡെവലപ്മെൻറ്റിൻ്റെ പൊളിറ്റിക്സാണ്. അല്ലാതെ കക്ഷി രാഷ്ട്രീയം എനിക്കില്ല. നമുക്ക് വീണ്ടും കൃഷിയിലേക്ക് പോയാലേ, സാറിൻ്റെ 24 ഏക്കറിൽ എന്തൊക്കെയാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്? അത് നമ്മൾ വാഴയൊക്കെയാണ് കൃഷി ചെയ്തിരുന്നത്. വാഴ. അവിടെ എന്തൊക്കെ കാട്ടുമൃഗങ്ങൾ ഇറങ്ങുമായിരുന്നു? പന്നി ഉണ്ടായിരുന്നു, ആനയുണ്ടായിരുന്നു. ആനയൊക്കെ വന്നത് എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ടാണ് ഞാൻ കണ്ടെത്തിയത്. കാരണം അവിടെ വെള്ളമില്ലായിരുന്നു. വെള്ളം ഇപ്പോൾ ഞാൻ ചെയിൻ ഓഫ് ചെക്ക് ഡാമുകൾ ഉണ്ടാക്കി. ചെക്ക് ഡാമുകൾ ഉണ്ടാക്കിയതോടെ വേനൽക്കാലത്തും കൂടെ അവിടെ വെള്ളം വന്നു തുടങ്ങി. അപ്പം ഒരു വരൾച്ച വന്ന സമയത്ത് എൻ്റെ സ്ഥലത്ത് മാത്രം വെള്ളം ഉണ്ടായി. അപ്പോൾ ആന കയറി വന്നത്. അതേസമയം ഈ വരൾച്ച ഉണ്ടാകുന്ന സമയത്ത് കാട്ടിനുള്ളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആർട്ടിഫിഷ്യൽ കുളങ്ങളുണ്ടാക്കി വെള്ളം പമ്പ് ചെയ്തിരുന്നത്. നമ്മൾ പറഞ്ഞു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറഞ്ഞു, ഞാൻ ഫുള്ളായിട്ട് ചെക്ക് ഡാം ഉണ്ടാക്കി തരാം ഫ്രീ ആയിട്ട്. അവർ ഫോർട്ടിൽ കയറാൻ സമ്മതിച്ചില്ല. കാരണം കാട് സംരക്ഷിക്കപ്പെട്ട ഞാനും സംരക്ഷിക്കപ്പെട്ടു എന്ന് എനിക്കറിയാം. പക്ഷേ ദേ ആർ നോട്ട് റെഡി. കാരണം നിങ്ങൾ വയനാട്ടിലൂടെ ഒരു ദിവസം യാത്ര ചെയ്യുക ക്യാമറയായിട്ട്, എൻ്റെ കൂടെ വാ,
ഇത്ര മിസ്മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം വേറെ ഇല്ല. കാട്ടിനുള്ളിൽ കയറി നമ്മളെ അറസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് അവർ കയറ്റാത്തത്. മിസ്മാനേജിങ്. ക്യാമറയായിട്ട് നമ്മൾ അതിൽ കയറി നമ്മളെ അറസ്റ്റ് ചെയ്ത് സാറും ഒത്തവും ഞാനും ഒത്തവും ക്യാമറമാനും ഒത്തവും ക്യാമറയും പോകും, ഇടിയും കിട്ടും. അപ്പോൾ ആ പണിക്ക് ഞങ്ങൾ വരണോ? അല്ല, ഞാൻ പറയുന്നത് ദേ ആർ മിസ്മാനേജിങ്. കാരണം ശരിക്കും ജലമണ്ണ് സംരക്ഷണം നടപ്പാക്കിയാൽ മാത്രം മതി ഈ 11,000 സ്ക്വയർ കിലോമീറ്ററിൽ കാട് റിച്ച് ആവും. ചെക്ക് ഡാമുകൾ ഉണ്ടാക്കി ആ വെള്ളം ആർട്ടിഫിഷ്യൽ കുളങ്ങൾ ഉണ്ടാക്കി അതിലേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ ആന നാട്ടിലോട്ട് വരത്തില്ല. ഞാനൊരു കാര്യം പറയട്ടെ. രാജു എന്ന് പറഞ്ഞ മന്ത്രിനെ അറിയായിരുന്നോ? കെ രാജു. ഏതാ? കെ രാജു. മൂപ്പരെ ഞാൻ വിളിച്ചു പണ്ട്, വനംവകുപ്പ് മന്ത്രി. ഞാൻ വയനാട്ടിലുള്ളപ്പോൾ, സാറേ നമുക്കൊരു അനുവാദം തരുവെച്ച് ഇന്ത്യയിലെ എല്ലാ കാടുകളിലും, കേരളത്തിലെ എല്ലാ കാടുകളിലും നമ്മൾ ഫ്രീ ആയിട്ട് ചെയിൻ ഓഫ് ചെക്ക് ഡാമുകളും കോണ്ടൂർ ലൈൻ ബണ്ടിങ്ങും ഫ്രീ ആയിട്ട് ചെയ്തു തരാം. അനുവാദം തന്നാൽ അതിൽ ഫോൺ ഡിസ്കണക്ട് ചെയ്ത് എന്നോടല്ല പറയേണ്ടത്, DFOനോട് പറയുന്നത്. ഫോൺ ഡിസ്കണക്ട് ചെയ്തു. ഇത് വേണമെങ്കിൽ പ്രക്ഷേപണം ചെയ്തു കേട്ടോ. നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു. ഇപ്പോഴത്തെ വനമന്ത്രിയോടൊന്ന് പറഞ്ഞു നോക്കാൻ ഞാൻ എന്താ, പുള്ളി 2 പാട്ടൊക്കെ പാടിത്തരും. ഞാൻ പറഞ്ഞു മൂപ്പരോട്. ഒരു ദിവസം പോയിട്ട് പ്രോജക്റ്റ് കൊടുത്തു, സേഫ് സഖ്യാദ്രി പ്രോജക്റ്റ് പറഞ്ഞിട്ട്, നിങ്ങളൊന്നും തന്നെ നമുക്ക് അനുവാദം തന്നാൽ മതി, നമ്മളെല്ലാം ചെയ്തോളാം. ഒരു തുള്ളി വെള്ളമില്ലാതെ നമ്മൾ കൺസർവ് ചെയ്യും കാട്ടിൽ. ഒരു തുള്ളി വെള്ളം ഒഴുകിപ്പോകാതെ ഭൂമിയിൽ ഇറക്കും. നമ്മൾ പറയുന്ന ഒറ്റ 5 വർഷത്തിനുള്ളിൽ കാട് റിച്ചാവും. ഒരു ആന പുറത്തു വരില്ല. കാരണം കാട് റിച്ചായ, കാട് ധാരാളം പുല്ലും വെള്ളവും ഉണ്ടായ എന്തിനാണ് കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റ് നമുക്ക് വേണ്ടേ? വെറുതെ ഐഡിയ മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് വോളണ്ടിയേഴ്സായിട്ടൊക്കെ ചെയ്യാൻ ഒരുപാട് ടീമുണ്ട്. അധ്വാനം മാത്രമേ ഉള്ളൂ, പൈസൻ്റെ ചിലവൊന്നുമില്ല. കുട്ടികളൊക്കെ ഉപയോഗിക്കുക, കുട്ടികൾക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുക. നമ്മൾ കോണ്ടൂർ ലൈൻ ബണ്ടിങ്, ചെയിൻ ഓഫ് ചെക്ക് ഡാമുകൾ എങ്ങനെ ഉണ്ടാക്കാൻ കുട്ടികളെ ആഘോഷിക്കും. കാരണം അവരുടെ അടുത്ത് പറയാം, നിങ്ങൾ കാട് സംരക്ഷിക്കാതെ നിങ്ങളെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്, അത് മതി, ദേ വിൽ കം ടു, അവർ നമ്മൾ കൂടെ വരും. ഇത്ര മതി. ഞാൻ പറഞ്ഞ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ആ കടുംപിടുത്തൊക്കെ ഒഴിവാക്കി ഒന്ന് റിലാക്സ് ചെയ്ത് കാട് നല്ലതാക്കണമെന്ന് വിചാരിച്ച്, ഞാൻ ശമ്പളം കൊണ്ട് ജീവിച്ചോളാം എന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വിചാരിച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീർന്ന്. ഞാൻ ശമ്പളം കൊണ്ട് സുസ്ഥമായിട്ട് ജീവിച്ചോളാം എന്ന്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഏതോ ഒരു വനമേഖലയിലൂടെ യാത്ര ചെയ്ത് വരിക, കിലോമീറ്ററുകളോളമുള്ള സ്ഥലം, ഞാൻ സ്ഥലം എനിക്കറിയാം, ഓർമ്മയുണ്ട്, ഞാൻ പറയുന്നില്ല. ഞാനുകൊണ്ട് നമ്മുടെ ക്യാമറമാൻ രോഹിത്തുമുണ്ട്. ഞങ്ങളൊരു ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ വണ്ടി നമ്പർ എഴുതാൻ വേണ്ടി ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ, സാറേ നല്ല തേനുണ്ട്, ഒരു കുപ്പി എടുക്കട്ടെ. അതായത് ഇവരൊക്കെ ഇതിൻ്റെ കൂടെ എന്താ ചെയ്യുന്നത്, വേറെ ബിസിനസ് കണ്ടെത്തുകയാണെന്നേ. അവിടെ ഇരിക്കുന്ന എഴുതാനിരിക്കുന്ന ആൾ, നല്ല തേനുണ്ട്, ഒരു കുപ്പി എടുക്കട്ടെ. അപ്പോൾ ഞാൻ ചോദിച്ചു, വനംവകുപ്പിൻ്റെ അല്ല, ഇതല്ലാതുള്ളത് നല്ല സാധനം, ഒറിജിനൽ സാധനമാണ്. ഞാനൊരു കുപ്പി മേടിച്ചിട്ടാണ്. നല്ല കാര്യം അത്. അതൊന്നും കുഴപ്പമായിട്ട് നമ്മൾ കാണുന്നേ ഇല്ല. പക്ഷേ നമ്മൾ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പം ഞാൻ ഒരു 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 ലീഡറിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നത്, ഒരു ലീഡറിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുള്ള സ്ഥാപനത്തിനെ വളർത്താനുള്ളൊരു കഴിപ്പാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. സാറിൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ കേരളത്തിൽ കൊള്ളാവുന്ന ഒരു വനമന്ത്രി ഉണ്ടായിരുന്നത് ആരായിരുന്നു? ആരുമില്ല എന്ന് എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ വിഷൻ എല്ലാവരും ഈ ഒന്ന് ബേസിക്കലി ഇവരെ കൺട്രോൾ ചെയ്യുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്. ഇവർക്ക് സ്വന്തമായിട്ട് നയോ, സ്വന്തമായിട്ട് ഈ കെ സുധാകരൻ വനംവകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്ത് കുറേ സ്ട്രോങ് ആയിരുന്നു. വൈദ്യുതി വേലികൾ, ട്രെഞ്ചുകളൊക്കെ സ്ട്രോങ് ആയിരുന്നു. പക്ഷെ ആ വൈദ്യുതി വേലിയോ ട്രെഞ്ചുകളോ ഉണ്ടാക്കുകയല്ല, നയമാണ് മാറ്റുന്നത്, ഫോറസ്റ്റ് നയം. അല്ല, അത് സാധ്യമല്ലെന്ന് ഒരു മുന്നണിയുടെ ഇപ്പം ഞാൻ പറയാം, KB ഗണേഷ് കുമാർ വനംവകുപ്പ് മന്ത്രിയായിട്ടിരുന്നു. പുള്ളി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നലുണ്ടാക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇപ്പോൾ KSRTC തന്നെ ശമ്പളം 1-ാം തീയതി കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇന്ന് KB ഗണേഷ് കുമാർ വനംവകുപ്പ് മന്ത്രിയാണെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ മുകളിൽ നിന്ന് വിളിച്ചത് നിർത്തിവെക്കാൻ പറയും. അവർക്കത് നിർബന്ധിതനാകും അത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഒരു മുന്നണി സംവിധാനം അങ്ങനെയാണ് ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ഇടതും ഭരിച്ചാലും വലതും ഭരിച്ചാലും അങ്ങനെ തന്നെയാണ്. അത് തന്നെയാണ് പ്രശ്നം കേരളം നേരിടുന്നത്, ഫ്രീഡമില്ലായ്മ. കാരണം ഒരു വകുപ്പിന് കാരണം അത് എൻ്റെ അഭിപ്രായത്തിൽ ഫെഡറൽ സിസ്റ്റത്തിൽ, ഫെഡറൽ ഭരണകൂടത്തിൽ ഭരണഘടനാ പ്രകാരം അങ്ങനെ ഒരു മാറ്റം വരുത്തണം. കാരണം ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് എന്താണ് ആ വകുപ്പിൽ മുഖ്യമന്ത്രിക്കുള്ള അതേ പവർ കൊടുക്കാനുള്ളൊരു രീതിയിൽ ഫെഡറൽ സിസ്റ്റത്തിൽ മാറ്റം വന്നാൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യം. ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു സാധനമാണ്. ഒരിക്കൽ ഈ ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തിയപ്പോൾ പറഞ്ഞു, ക്ലിഫ് ഹൗസിൽ ഈ മരപ്പട്ടികൾ കയറിയിട്ട് മൂത്രമൊഴിക്കുന്നു, ചാടുന്നു, ശബ്ദം കേൾക്കുന്നു, മുഖ്യമന്ത്രിക്ക് അതൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു സാധനമുണ്ട്, പുള്ളിക്ക് ഒരു മരപ്പട്ടി കൊണ്ട് ഇത്ര ശല്യം ഉണ്ടായെങ്കിൽ ഈ ഫോറസ്റ്റിൻ്റെ അകത്ത് താമസിക്കുന്നവരെ എന്തിനെയൊക്കെ പേടിക്കണം എന്നുള്ളത്. അല്ല, നമ്മൾ മരപ്പട്ടി നമ്മളെ വീടിൻ്റെ മുകളിൽ വന്ന് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാറേ ഇല്ല. കാരണം അതിനെക്കാട്ടി വലുതാണ് ചുറ്റിക്കിടക്കുന്നത്. അതൊരു ജീവി വന്ന് പോയിക്കോളൂ, ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ പുറത്തോട്ടിറങ്ങിയ പുലിയും കടുവയും ആനയും
മാനം അല്ല, നമ്മൾ കർഷകൻ ഈ കടുവയും പുലിയൊന്നും അല്ല പ്രശ്നക്കാരൻ. ഈ കൃഷി നശിക്കുന്നതാണ് കർഷകൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കടുവേനെയൊക്കെ നേരിടുക, കടുവയൊക്കെ നമുക്ക് നമ്മളെ മനസ്സിലേക്ക് ഇതൊന്നും കയറി വന്നിട്ടില്ല. ഇത് പിന്നാലെ വരുമ്പോൾ ഇടയ്ക്ക് മനുഷ്യനെ പിടിക്കുന്നതിനുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ നമുക്ക്. അല്ലാതെ ഇത് നമ്മൾ നിലനിൽപ്പിന് ഭീഷണിയാവുന്നില്ല ആര് കടുവയൊന്നും. പക്ഷേ ഈ പന്നി നമ്മളെ നിലനിൽപ്പിന് ഭീഷണിയാണ്. നമ്മളെ നിലനിൽക്കാൻ പറ്റാത്ത, കാരണം ഒറ്റ കാര്യം പറയട്ടെ, ഒരു പഠനം ഉണ്ടായിരുന്നു, ലോകം ഒട്ടുക്കും ആത്മഹത്യ ചെയ്തതിൽ 60-70% ആൾക്കാർ ആത്മഹത്യ ചെയ്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. അതെ. അപ്പോൾ തന്നെ കാര്യം മനസ്സിലായില്ലേ? ആ ഒരു സാമ്പത്തിക സോഴ്സാണ് ആരില്ലാതാക്കുന്നത്? കൃഷി നശിക്കുന്നതിലൂടെ ഈ പന്നികളുണ്ടാകും. അവിടെ തോറ്റു നമ്മളടുത്ത് പൈസൻ്റെ എന്തിലോ നിലനിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യും, ഇലക്ട്രിക് ഫെൻസിങ് ആയിട്ട്, അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പണമാണ്. പക്ഷെ തിരിച്ച് ഇതൊന്നും കിട്ടില്ല. ഒരു രാത്രി കൊണ്ട് പന്നി ഒരു പ്രദേശം നമ്മളൊരു വേലി അങ്ങനെ പൊട്ടിച്ചു കളയും. പിന്നെ ആദ്യം ബാക്കി പണിയൊക്കെ നിർത്തി വെച്ച് ഈ വേലിൻ്റെ മുകളിൽ പണിയെടുക്കാൻ ആരംഭിക്കണം. അന്നും പിറ്റേ ദിവസം വേറെ സ്ഥലത്ത് പൊട്ടിച്ചിട്ടുണ്ടാവും. കാരണം ഇവന് കിട്ടുന്ന എല്ലാ റിസോഴ്സും, ഇവൻ്റെ സർപ്ലസ് എല്ലാം പോയി കിട്ടും. ഇവന് മിച്ചം വരുത്തണ്ടേ? കാരണം ഒരു വളരാനുള്ള ഒരു സ്പേസേ ഇവർ തരില്ല നമുക്ക്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേറെ ഈ 60-70% ആത്മഹത്യ, ലോകത്ത് ആത്മഹത്യ ചെയ്യുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അപ്പോൾ കർഷകൻ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റി നിങ്ങൾ എന്താ അഭിപ്രായം പറയുന്നത്? എവിടെ പോകും അവന് പൈസ? ഇപ്പോൾ ഇത്രയേറെ പൈസ ചിലവാക്കി ഒരു രാത്രി കൊണ്ട് അവൻ്റെ കൃഷിയൊക്കെ പോയി, അവനെന്ത് ചെയ്യും? വെറുതെ ചിലവാക്കുന്നതല്ലോ. ശരീരവും മനസ്സും പറഞ്ഞ് ജോലി ചെയ്തിട്ടാണ് ഈ പൈസയും പോകുന്നതെന്നുള്ളതാണ്. 4 ദിവസം പട്ടിണി കിടന്നാൽ അറിയാം എം പിമാർക്കൊക്കെ എന്താ സംഭവിക്കാമെന്ന്. ഞാൻ പറഞ്ഞാൽ അതാ ചെയ്യേണ്ടത്. ഉപരോധം ഏർപ്പെടുത്തിയിട്ട് ഫുഡ് കൊടുക്കാതെ എടുക്കണം. 545 പേർക്കും ഉപരോധം ഏർപ്പെടുത്തുക. ഒരു 3 ദിവസത്തേക്ക് ഭക്ഷണം കിട്ടരുത് പാർലമെൻറ്റിൽ. അന്യ സംസ്ഥാനത്ത് പൈസ കൊടുത്ത് മേടിച്ചോളാന്നാണ് പറയുന്നത്. അല്ല, നമ്മൾ ഉപരോധം ഏർപ്പെടുത്തി 3 ദിവസത്തേക്ക് ആർക്ക് കൊടുക്കരുത്, പാർലമെൻറ്റിലേക്ക് ഭക്ഷണം കയറ്റരുത്. അപ്പോൾ അവർക്ക് മനസ്സിലാവും, മേനകാന്തിക്കൊക്കെ മനസ്സിലാവും, ഓ ഭക്ഷണം ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഇങ്ങനൊരു സാധനമാണ് ചെയ്യേണ്ടത്. ചില സമയത്ത് നമുക്ക് തോന്നിപ്പോൾ, ഒരു കർഷക എന്ന രീതിയിൽ എനിക്ക് തോന്നിപ്പോകുന്ന കാര്യം, പലപ്പോഴും അവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി ഒരു സാധനം അങ്ങോട്ട് കയറ്റരുത്, 3 ദിവസങ്ങൾ പട്ടിണി എടുത്ത് നോക്കട്ടെ, എന്താ സംഭവിക്കുക അറിയാമല്ലോ. നമുക്ക് സംഭവിക്കുന്നതാണല്ലോ. അപ്പം ഇങ്ങനെ, കാരണം ഇത്രയും, കാരണം ഒരു എന്തിനാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, എന്തിനാണ് ഈ പന്നിനെ സംരക്ഷിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. രാത്രിയും പകലൊക്കെ ആലോചിക്കും, ഈ ജീവിനെ എന്തിനാണ് ഇവർ സംരക്ഷിക്കുന്നത്? മേനകൻ്റെ 2 സാധനം തെറ്റാണ്. ഒന്ന്, വംശറ്റ് പോകുന്ന പറഞ്ഞ സാധനം തെറ്റുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം വികസിത രാജ്യങ്ങളിലേക്ക് നോക്കുക. അത് അവിടെ എത്ര കൊന്ന് ഗവൺമെൻറ് പൈസ കൊടുത്ത് കൊന്നു നിർത്തിട്ട് അവിടെ കുറയുന്നില്ല. ഫസ്റ്റ്. സെക്കൻഡ്, കടുവ വരുമെന്ന്. കടുവ വരുന്നെങ്കിൽ പന്നീനെ പിന്നാലെയാണ് കടുവ നാട്ടിലേക്ക് വരുന്നത്. പന്നീനെ നാട്ടിൽ വെച്ച് കൊല്ലാൻ തുടങ്ങിയ പന്നി കാട്ടിൽ നിന്നാൽ കടുവ കാട്ടിൽ നിൽക്കും. കടുവ കൂടുതൽ സംതൃപ്തനായിരിക്കും, സന്തോഷവാനായിരിക്കും. നാട്ടിലേക്ക് കടുവ ഏറ്റവും ലജ്ജ ഉള്ളൊരു ജീവിയാണ്. അത് ഇന്ന് മേനകനോട് ഒന്ന് പറയണം, മനുഷ്യൻ്റെ ഇടയിലേക്ക് വരാൻ താല്പര്യമില്ലാത്ത ജീവിയാണ്. അപ്പോൾ പന്നി കാട്ടിൽ നിന്നാൽ കടുവ കാട്ടിൽ നിൽക്കും, സന്തോഷത്തോടെ നിൽക്കും, അവന് പുറത്തേക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ദയവ് ചെയ്ത് മേനകനോട് പറയുക, ഈ വിവരക്കേട് ജനങ്ങളുടെ അടുത്ത് പറഞ്ഞ 541 എം പിമാരോടും പറയുക, ഈ മേനകൻ്റെ വിവരക്കേട് കേട്ട് ചാടാൻ നിൽക്കണ്ട, സത്യസന്ധമായിട്ട് കാര്യങ്ങളിലേക്ക് വരിക. എന്ത് ചെയ്യുക? പാർലമെൻറ്റിൽ ഷെഡ്യൂൾ 3 നിന്നും പന്നിനെ 5ലേക്ക് ആക്കി തരിക. ഈ ഒരൊറ്റ ആക്കലുകൊണ്ട് തന്നെ കേരളത്തിൽ ഞാൻ പറയുന്നത് മലയോര മേഖലയിലെ സകല ആൾക്കാരും വോട്ട് ആർക്ക് കൊടുക്കും? അത് ചെയ്ത ആൾക്ക് കൊടുക്കും. ഐ ബെറ്റ്. ഓക്കെ. വോട്ടിന് വേണ്ടിയെങ്കിലും വന്യജീവികളെക്കാൾ സ്നേഹം മനുഷ്യനോട് തോന്നുന്ന ഒരു കാലത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഐ ബെറ്റ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. അങ്ങനെ പാർലമെൻറ്റിൽ 3ാമത്തെ ഷെഡ്യൂളിൽ നിന്ന് പന്നിനെ 5ൽ ഷെഡ്യൂളാക്കി നോക്ക്. മലയോര മേഖലയിൽ മൊത്തം ആ ഷെഡ്യൂൾ മാറ്റുന്ന ആൾക്ക് വോട്ട് കിട്ടുമെന്ന് ഞാൻ ബെറ്റ് ചെയ്യുന്നത്. എന്തായാലും അധികാരം പിടിക്കാൻ നടക്കുന്ന BJP-ക്കാർ അത് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കാതുകളിലെത്തിച്ച് ചെയ്യാൻ സാധിക്കട്ടെ.